എവിടെയായിരുന്നു? നമ്മളെ 4-5 അടുത്തുണ്ടായിരുന്നു. എപ്പിസോഡായില്ല. സൗണ്ട് എഞ്ചിനീയറിൽ നിന്ന് കസേരയിലേക്ക് എത്താൻ അതെ. ഇത്രയും താമസം. അവസ്ഥയാണ്. എന്നിട്ട് ഇന്നത്തെ ടോപ്പിക് ടോപ്പിക്കൊന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഈജിപ്തിലൊക്കെ പിരമിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു സിവിലൈസേഷന്റെ പീക്ക് എത്തിയപ്പോഴാണ് അതൊക്കെ സംഭവിച്ചത്. അത് സംഭവിച്ചെന്നാണ് അത് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ പണിത് വെച്ചേക്കണേ. ഇപ്പോഴും ഒരു എനർജി പറഞ്ഞ പോലെ പിരമിഡിന്റെ അവിടെ എനർജി മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി ഫീൽ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ മമ്മീസ് ഒക്കെ അവർ വെച്ചേക്കണത് ചിലപ്പോ ഒരു സിവിലൈസേഷൻ പീക്ക് എത്തിയിട്ടായിരിക്കാം എന്നൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ചിലപ്പോ നമ്മളത് എന്തിട്ട് സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് ചിലവര് ഏലിയൻസ് ഉണ്ടാക്കിയതാന്ന് പറയുന്നുണ്ട്. പിന്നെ വെള്ളം വെച്ചിട്ട് ഫ്ലോട്ട് ചെയ്ത് കൊണ്ട് വെച്ചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പരിസരത്ത് വെള്ളം പോലും ഇല്ല, കിലോമീറ്ററുകൾ അത്ര വെള്ളമുള്ളൂ. പിന്നെ ആ കല്ല് അല്ല, ഇന്ന് കാണുന്ന പല മരുഭൂമികളും പല ഇതും പണ്ട് കടലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുണ്ട്. അതിന്റെ ഫോസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ സയന്റിഫിക് തെളിവുകളുണ്ട്. പക്ഷെ ഈ ഈജിപ്തിന്റെ കല്ല് അത് ആ ഭാഗത്തുള്ള കല്ലേ അല്ല. സത്യമാണോ എനിക്ക് അറിഞ്ഞു. ഞാൻ കുറച്ച് ആർട്ടിക്കിൾസിലും യൂട്യൂബ് വീഡിയോസിലും കണ്ടാണ്. കുറെ മൈലുകൾ അപ്പുറമുള്ള കല്ല് ആ ഒരു സാമ്പിൾ എടുത്ത് ഞാൻ മനസ്സിലാവുമല്ലോ ഇത് ഏത് പ്രദേശത്തെ കല്ലാണ് മണലാണെന്നൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരല് നടക്കില്ല. പിന്നെ ഇത് എങ്ങനെ കൊണ്ടുവന്ന് പുറത്ത് നോക്കുന്നവർക്ക് അതൊരു ജസ്റ്റ് ശവകുടീരാണ്. പക്ഷെ ഒരു സിവിലൈസേഷന്റെ പീക്കിലെത്തിയിട്ട് അവര് മമ്മീസായിട്ട് അവിടെ ഉറുമ്പും കൂടിന്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചിലവരിങ്ങനെ സിമെന്റ് ഒഴിച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് റൂട്ട് പോലെ ഉണ്ടാവും. ഇങ്ങനെ പോയിട്ട് ഒരു സെല്ല് ഇങ്ങനെ പോയിട്ട് അടുത്തത്. അതേപോലെ ഈജിപ്തിന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണാം. ചില ഈജിപ്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പിരമിഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ചില സമയത്ത് കുനിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പോണ വഴികളുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും ഹൈ ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ വേറൊരു ഹൈ ടെക്നോളജിയാണ് ഇപ്പൊ ഇങ്ങനെ ഡെവലപ്പായി വന്ന് ഡാറ്റ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മനുഷ്യന്റെ ബ്രെയിനിലെ ഡാറ്റയും ഭാവിയിൽ ചിലപ്പോ AI എന്താ പറയാ ഒരു ചിപ്പിലാക്കിയിട്ട് അങ്ങനെ അല്ല മനുഷ്യന്റെ ഡാറ്റ മൊത്തം അങ്ങനെ മാറ്റിയെടുക്കാൻ ചാൻസ് ഉണ്ട്. ബ്രെയിനിലുള്ള ഡാറ്റാസേ ഹ്യൂമൻസിന് എഫേർട്ട് ഭയങ്കരമായിട്ട് എളുപ്പമാക്കി കൊടുക്കും. മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക. അതായത് ഫാമിലി ആവാം, ഇമോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ ജോലിക്ക് വേണ്ടി തല പുകഞ്ഞ് ടെൻഷൻ അടിച്ച് നശിച്ചാണ് കുറേ പേര് ഫാമിലി ലൈഫ് കൊണ്ടുപോകണം. ഇനി എയുടെ സഹായത്തോട് ജോലി എളുപ്പമാക്കും. അതില് വേറെ ഫാമിലി ലൈഫ് അങ്ങനെ നോക്കാൻ വേണ്ടി നോക്കുമ്പോ ഏഴ് സഹത്തോടെ ഉള്ള ജോലി കൂടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോ വെൽക്കം ടു ദ 6th episode of Unfiltered. മൂലം ജോലി പോകുന്നാണ് പറയണത്. ജോലി പോകും, ജോബ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇപ്പൊ IT ഫീൽഡിൽ തന്നെ ഇഷ്ടം പോലെ AI ഇത് കൂടിയപ്പോ ആൾക്കാരെ പിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് AI വന്നോണ്ട് പിരിച്ചുവിടണമല്ല, കൂടുതൽ ഇപ്പൊ മനുഷ്യര് 2-3 ദിവസം എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരു പ്രോഗ്രാം ചെയ്ത് തീർക്കണം. അത് ഇവിടെ എവിടെയും തീർക്കണം. ആൾക്കാരുടെ സമയം അത്ര സേവ് ആയി, കമ്പനിക്ക് ലാഭമാണ്. ആൾക്കാരുടെ സമയം എന്താ പറയുക, കമ്പനി സേവ് ആണ്. പക്ഷെ അവിടെ വർക്ക് ചെയ്യണ എംപ്ലോയീസിന്റെ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI കൂടെ പിടിച്ചിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. AI ഉള്ള സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ട്രെയിനിങ് കൊടുത്ത് ഉള്ള ജോലിക്കാരെ നിലനിർത്താൻ വേണ്ടത്. പക്ഷെ ഇവര് താപ്പ് കണ്ടിട്ട് ആൾക്കാർ പിരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. അതായത് അത് ടെക്നിക്കൽ ഒരു ബാരിയറിനെയാണ് അത് കില്ല് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ AI ഇപ്പോൾ ഒരു നോർമൽ വർക്ക് ചെയ്യണ ഒരാളും ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറയാണ്. അത് കുത്തിയിരുന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഭാവന ചെയ്ത് ഉണ്ടാക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. എഡിറ്ററാണോ, മ്യൂസിക്കിന്റെ ഫീൽഡാണോ, ഞാൻ കീബോർഡിസ്റ്റാണ്, പ്രോഗ്രാമറാണ്, ഞാനൊരു സിംഗറാണ്, എന്റെ പറയുകയാണെങ്കിൽ ലിറിക്കിസ്റ്റ് പറയാം, എഡിറ്റർ പറയാം, സിനിമാറ്റോഗ്രാഫർ പറയാം, വീഡിയോ എഡിറ്ററാണ്. അപ്പൊ നമ്മുടെ ഫീൽഡിനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ക്ലയന്റ് വന്നിട്ട് അതിപ്പോ ഏത് ഫീൽഡിലുള്ള ഒരാളായിക്കോട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജനറൽ ഒരു സംഭവം കണ്ടന്റ് വന്നിട്ട് ഒരു വർക്ക് വേണമെന്ന് പറയാണ്. അവൻ ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാന്ന് വെച്ചോ, ഒരു ക്ലയന്റ് വന്നിട്ട് ഇങ്ങനെ ഇന്ന രീതിക്കൂടെ മ്യൂസിക് വേണമെന്ന് പറയണം. അപ്പോൾ
എൻ്റെ ഇപ്പോൾ ആ മ്യൂസിക്കിനെ അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിനെ പറ്റി പഠിക്കും, ആ രീതികൾ നോക്കും, റെഫർ ചെയ്യും. എനിക്കറിയാത്ത അറിയാത്ത ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ ഞാനത് പഠിക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിനെ അത് എനിക്ക് നെക്സ്റ്റ് ബാധിക്കുന്ന കാര്യമില്ല. നീ ക്രിയേറ്റിവിറ്റി വളർത്താതിരിക്കും. അല്ല, അതാ പറഞ്ഞേ. അപ്പൊ ഈ AI സ്ഥാനത്ത് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്തിനാ ഇത്ര എഫേർട്ട് എടുക്കണേ? AI ഉപയോഗിച്ച് ഈ പറഞ്ഞ സുനോ എന്ന് പറഞ്ഞ കുറെ AI ഇതുണ്ട് മ്യൂസിക്കിന്റെ. അതിനകത്ത് കമാൻഡ് എടുത്ത് അടിച്ച് സാധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കൊടുക്കേണ്ട ക്ലയന്റിന് കൊടുക്കേണ്ട ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അവിടെ എന്റെ ക്രിയേറ്റിവിറ്റി അവിടെ വളരില്ല. ക്ലയന്റിന് ആവശ്യമില്ല, ക്ലയന്റിന് ആവശ്യമില്ല, പക്ഷെ എനിക്കത് ആവശ്യമാണ്. അത് കലാപരമായിട്ട് ഈ ടെക്നോളജി ഭയങ്കരമായിട്ട് ഇത് പറയുന്നതാണ്. ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഇപ്പൊ ഈ ബ്രോ പറഞ്ഞില്ലേ, ബ്രോയ്ക്ക് ഇപ്പൊ കീബോർഡ് വായിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ആർട്ടാണത്. അപ്പോൾ ആർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻസ് ആണല്ലോ. അപ്പോൾ ആർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര റിലാക്സ്ഡ് ആവുകയാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടാണ്. അതൊരു എന്താ പറയുക, എ വേ ഓഫ് റിലാക്സിങ് ആണ്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പോലെയാണ് അവർക്ക്. റിലാക്സ് ആവുന്നുണ്ട്, ഒരു മെഡിറ്റേഷൻ ആണ് ആക്ച്വലി. നമ്മൾ കലാപരമായിട്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു മെഡിറ്റേഷൻ പോലെയാണ് ആക്ച്വലി. അപ്പോൾ എന്താ പറയുക, ആ ഒരു ആസ്പെക്ട് ശരിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക AI വരുന്ന സമയത്തെല്ലാം. എല്ലാം ഒരു എന്താ പറയുക, അതിന്റെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഇപ്പൊ പാട്ട് പാടുന്നവർക്ക് അല്ലെങ്കിൽ പാട്ട് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് കുറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് ആ പാട്ട് ചെയ്യുമ്പോഴായിരിക്കും റിലാക്സ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ചിലപ്പോൾ എഡിറ്റിംഗ് ഉണ്ടാവും, VFX ചെയ്യുന്നവരുണ്ടാവും, SFX ചെയ്യുന്നവരുണ്ടാവും, ഓഡിയോ കട്ട് ചെയ്ത് അങ്ങനത്തെ എഡിറ്റിംഗ് പരിപാടികളുണ്ടാവും, ഡാറ്റ എൻട്രികൾ. അവർ ടയേർഡ് ആവുകയാണ് ഈ ജോലി കാരണം. കുറച്ച് പേര് റിലാക്സ് ആവുന്നുണ്ടെങ്കിൽ ഈ ജോലി ഭാരം കൂടിയിട്ട് ടയേർഡ് ആവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഹെൽപ്പ് അല്ല ചെയ്യണം. ഹെവി ലിഫ്റ്റിംഗ് ഇപ്പൊ പറഞ്ഞത് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ദ പാഷൻ. നമ്മുടെ പാഷനേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ശരി, അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് അപ്പൊ തന്നെ തെറ്റിയില്ലേ? ജോലി പോകുന്നാണ് പറഞ്ഞത്. പാഷൻ എന്ന് പറഞ്ഞത് ജോലിയല്ല, അത് പാഷൻ. ഇല്ല, ജോലി പോണ സൈഡ് ഉണ്ട്. ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞത്. ഞാൻ എന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ. നീ എഡിറ്റിംഗ് ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ ഇപ്പൊ ഈ AI എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. മലയാളത്തിൽ പറഞ്ഞവരത് ചെയ്തു തരും. അതെ അതെ. അപ്പോൾ ഇപ്പൊ നിനക്കിപ്പോ ഒരു വർക്ക്, അതിപ്പോ നീ ഓൾറെഡി VFX ചെയ്യും, ഗ്രാഫിക്സ് ചെയ്യും, എല്ലാ കാര്യങ്ങളും നീ ചെയ്യണ്ട, ഇല്ലസ്ട്രേഷനിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പോൾ നീ ഒരു സംഭവം ക്രിയേറ്റീവായിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യണേനാണ് ആ ക്ലയന്റ് നിനക്ക് ഇത്ര എമൗണ്ട് തരുന്നത്. അല്ല, ഔട്ടിനാണ് എമൗണ്ട് തരുന്നത്. പക്ഷെ നീ അവിടെ എടുക്കുന്ന സമയവും നിന്റെ എഫേർട്ടും ഇതെല്ലാം അതിനുള്ള പേയ്മെന്റിലാണ് നീ പറയുന്നത്. അത് ക്ലയന്റിന്റെ സൈഡ്. ഞാൻ ആസ് എ ഒരു ക്രിയേറ്റർ എന്നുള്ള നിന്റെ സൈഡിൽ ഞാൻ പറഞ്ഞു, നീ എടുക്കുന്ന എഫേർട്ടിനുള്ള പേയ്മെന്റ് നിനക്ക് കിട്ടുന്നത്. തുടങ്ങിയപ്പോ നീ എന്നെ പറഞ്ഞ ക്രിയേറ്റർ എന്നാണ്, അത് മാറ്റിട്ട് ഡയറക്ടർ എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഡയറക്ടറാണ്, എഡിറ്ററോ ക്രിയേറ്ററോ അല്ല, ഡയറക്ടറാണ്. ഐ ആം ഡയറക്ടിങ് AI ടു ഡു എ ജോബ്. AI-നെ ഞാൻ ഡയറക്റ്റ് ചെയ്യാണ്, കമന്റ് കൊടുത്ത് ഡയറക്റ്റ് ചെയ്യാണ് ഒരു ജോബ് ചെയ്യാനായിട്ട്. അപ്പോഴും എനിക്കവിടെ പണിയുണ്ട്, എന്റെ പണി പോയിട്ടില്ല, എനിക്കവിടെ പണിയുണ്ട്, അപ്പോഴും പണിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് വന്ന ഒരു ക്ലയന്റിന്റെ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് AI ആയിട്ട് ചെയ്ത് അതിനത്ര AI ആയിട്ട് അത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിന്റെ അടുത്ത് ഒരു വിഷ്വൽ വേണം എന്ന് പറയുമ്പോ അല്ല, പക്ഷെ അത് ആസ് എ ക്ലയന്റിന് അത് സിമ്പിൾ ആയിരിക്കും. അത് കാരണം ആ ക്ലയന്റ് പറയണത് ഇതിപ്പോ ഞാൻ റെഡിയാക്കി തരാലോ, നീ വളരെ കഷ്ടപ്പെട്ട് ഇപ്പൊ നീ ഒരു വർക്കിന് ഒരു 5 രൂപ പറഞ്ഞു വെച്ചോ, ആ 5 രൂപ 5000 രൂപ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നീ അവിടെ നിന്റെ എടുക്കണ എഫേർട്ടും ഇല്ല അതല്ല എക്സാമ്പിൾ. അപ്പോ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ചെയ്ത് നീ എടുക്കണ എഫേർട്ടിനാണ് ഈ പറഞ്ഞ നിന്റെ ഈ പേയ്മെന്റ്. അപ്പൊ ക്ലയന്റിന്റെ സൈഡ് നോക്കുമ്പോ ഈ സാധനം AI അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടൂലോ. പുള്ളിയോട് ചെയ്യാൻ പറയാ, അപ്പൊ മനസ്സിലാവും ചെയ്യാൻ പറ്റുന്ന. അതാ പറഞ്ഞത്, അപ്പോഴും പറയുന്നതാണ് ഇപ്പൊ കൊണ്ട് ചെയ്യിക്കാന്നാണ് അവര് പറയുന്നത്. നോക്കുമ്പോ കലേനെ കൊല്ലാണ്. കലേനെ ആക്ച്വലി കല മാത്രമല്ല നമ്മുടെ ചാൻസസും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫീൽഡുകളും നമ്മുടെ ചാൻസും വർക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി മനുഷ്യന്മാര് ജോലി എടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ജോലി എടുക്കേണ്ട വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പഴയ ബാർട്ടർ സിസ്റ്റം വെച്ചാൽ പോരെ, കുറച്ച് ചക്ക അങ്ങോട്ട് കൊടുക്കുക, 2 തേങ്ങ ഇങ്ങോട്ട് വാങ്ങാം. പക്ഷെ ജോലി ചെയ്യണത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിനെ സ്റ്റേബിൾ ആക്കി വെക്കാനും കൂടി ഒരു ഇതുണ്ട്. നമ്മുടെ പൈസ മാത്രമല്ല, ഇപ്പൊ നമ്മള് കലാകാരന്മാരൊക്കെ ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ സമയത്ത് ഒരു പാഷനുള്ള കാരണം നമുക്ക് അതിൽ നിന്നൊരു അതൊരു സൈഡാണ്. പക്ഷെ അത് കൂടാതെ ഇതിനെ പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുന്ന പേരുണ്ട്. അതെ അതെ. ഇപ്പോ പ്രൊഫഷനായി പാഷനായി കൊണ്ടു നടക്കണവരെ ഒരിക്കലും ബാധിക്കില്ല.
ബാധിക്കും. കാരണം എങ്ങനെ എല്ലാം സിമ്പിൾ ആയിട്ട് പ്രോംപ്റ്റ് അടിച്ച് കിട്ടുമെങ്കിൽ പിന്നെ ഇപ്പൊ അല്ല, പാട്ടുകാര് പാഷൻ പാട്ട് ആയിട്ട് പാടുന്നവര്. ചെയ്യുന്ന ആള് അതാള് വിൽക്കാനല്ല ചെയ്യണേ, സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാ ഇതിനെ ബാധിക്കുക? അല്ല, നിങ്ങൾ എപ്പോഴും professional ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്കോ ഈ പറയുന്ന കലാകാരൻ ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? പ്രൊഫഷണൽ ജോബായി, അപ്പൊ പാഷനല്ല, അപ്പൊ അല്ല, ജോബും പാഷനും കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ജോബും പാഷനും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പാഷനേറ്റിന് വേണ്ടി ആള് സ്വയമായിട്ട് മ്യൂസിക്കോ ഇപ്പൊ ഞാൻ എന്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്. അവിടെ പാഷനും വന്നു പ്രൊഫഷൻ. ആക്ച്വലി അങ്ങനെ വേണ്ടത്. പ്രൊഫഷനെയാണ് ബാധിക്കുള്ളൂ, നിന്റെ പാഷൻ ഒരിക്കലും ബാധിക്കണില്ലേ. ഇപ്പോൾ പാഷനെ ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈഡിൽ നിന്ന് അത് ബാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ സംഭവം സുനോ എന്ന് പറഞ്ഞ സാധനം കേട്ടപ്പോൾ ഞാനത് ജസ്റ്റ് കയറി നോക്കി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു കമാൻഡ് കൊടുത്ത് ഒരു മ്യൂസിക് ഉണ്ടാകാൻ നോക്കി. ഞാൻ ആഗ്രഹിച്ച സാധനമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം ഞാനത് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. അപ്പം ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എനിക്ക് ഇഷ്ടമായില്ല ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. അത് അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അതിനെനിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ക്ലയൻസ് അതേ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ തോട്ട് തന്നെ തെറ്റാ. അതായത് ഇപ്പൊ നമ്മള് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനെ യൂസ് ചെയ്യാം ജസ്റ്റ് ഫോർ ഒരു സ്ക്രാച്ച് ഐഡിയ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ആയി നിൽക്കാണ്, സ്റ്റക്ക് ആയി നിൽക്കാണ്, ഒരു പൊട്ടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ റെഫറൻസ് ചെയ്യാനായിട്ട് ശരിക്കും അങ്ങനെ യൂസ് ചെയ്യണ്ട. പക്ഷെ മൊത്തത്തിൽ AI ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ട് ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് AI മതി, ഹ്യൂമൻ ഇത് വേണ്ടാന്നുള്ളൊരു മൈൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ IT കമ്പനിയുടെ ആൾക്കാരെ പിരിച്ചിരുന്നത്. ഇപ്പോ ഒരു ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 18th സെഞ്ചുറിയിലത്തെ എംപറേഴ്സ് അവര് ലോ ടെക്കാണ്, ഹൈ ലൈഫ്സ് ആണ് അവരുടെ ജീവിതം, അവർക്ക് ഹൈ ആണ്, ടെക്നോളജി അവർ ലോ ആണ്. ഇപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്നത് 2080 2100 അവിടുത്തെ സൈബർ പങ്ക് ആൾക്കാർ അവരെല്ലാം ടെക് ആയിരിക്കും ഹൈ, ലൈഫ് ലോ ആയിരിക്കും. ഇവരെ രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്താൽ അവരെന്ത് സംസാരിക്കും? അവരിൽ ആരായിരിക്കും സുപ്പീരിയർ? ഹൈടെക് ആയിട്ട്. അപ്പൊ ഈ ഒരു സിനാരിയോ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടില്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കണം. പക്ഷെ എയ്ക്ക് അത് പറ്റും. കാരണം എയിൽ പണ്ടത്തെ ഡാറ്റ ഉണ്ട്, ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, ഡാറ്റ സയൻസ് മാത്രമാണ്. ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാൻ പറ്റും എയിനെ കൊണ്ട്, നമ്മളതിനേക്കാളും ഭംഗിയിൽ എയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, വിത്ത് കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ റെഫറൻസസ്, അങ്ങനത്തെ ഹെൽപ്പ് അത് എയിനോട് ചോദിക്കാം. അല്ലാതെ നമ്മുടെ വർക്ക് മൊത്തം എനിക്ക് വന്ന വർക്ക് നീ ചെയ്തോന്നും പറഞ്ഞ് മൊത്തത്തിൽ എടുത്ത് കൊടുക്കരുത്. അപ്പൊ പണിയാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. അത് പ്രശ്നം. അതാണ് പ്രശ്നം. ഒരു അസിസ്റ്റന്റ് ആയിട്ട് കാണാം, എന്തെങ്കിലും ഒരു പണി ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റിങ്, എനിക്ക് ക്ലയൻസ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ സമയം സേവ് ചെയ്യാൻ പറ്റും, ഹെവി ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സ് വരും. അതായത് റോട്ടോസ്കോപ്പ് ചെയ്യുക, 3D ആയിട്ടുള്ള ലോഗോസ് ചെയ്യുക, ഇതൊക്കെ മാനുവലി ചെയ്യാൻ എനിക്കറിയാം, ചെയ്യാനും പറ്റും. പക്ഷെ സമയം എടുക്കണ പ്രൊസീജിയറാ. പിന്നെ ചില ബോട്ടിലൊക്കെ പ്രൊഡക്ഷൻസ് വരും, അതായത് അവരിൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും. അപ്പോ ആ ക്ലയൻസിനെ എനിക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അയ്യോ പൈസ ഇല്ലാണ്ട് പറ്റില്ല പറഞ്ഞെങ്കിൽ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ നീ ഇങ്ങനെ സ്ഥിരം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ക്ലയന്റുകൾ AI എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു സെയിം പാറ്റേൺ ഫീൽ അടിക്കും, പുതുമ ഉണ്ടാവില്ല. അതില് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇട്ട് കൊടുക്കണം. പക്ഷെ എന്നാലും അതിനൊരു ലിമിറ്റേഷൻ അല്ലേ? എന്തോരെന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തു, അതിൽ ഇപ്പോൾ ഇതന്നെയല്ല ഞാൻ ഇതിന് മുമ്പത്തെ ക്ലയൻറ്റിനും ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഫോണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ആ രീതിയാണല്ലോ. ഇതിലൊരു മാക്സിമം കുറച്ച് വർക്കുകൾ അങ്ങനെ പോയി. പക്ഷേ സ്ഥിരം ഈ പറഞ്ഞ പോലെ അതിന് കിട്ടണ ഔട്ട്പുട്ട് റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പുതിയ ഡാറ്റ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയല്ല, ദിവസം തോറും മിനിറ്റ് തോറും സെക്കൻഡ് തോറും പുതിയ ഡാറ്റാസ് അതിലേക്ക് കയറിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു പരിധി ഉണ്ടാവില്ല. ഒരു മലയാളം വാക്ക് അതിൽ ജനറേറ്റ് ചെയ്യാൻ ചോദിക്കുക, അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കാരണം മലയാളം അത്ര ആക്യുറേറ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഇടണ കുരിപ്പ് ചിലപ്പോൾ ഇങ്ങനെ കിട്ടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കി നോക്ക്, ആ സെയിം വേർഡ് ടൈപ്പ് നോക്ക്, ഏതെങ്കിലും ഒരു മിസ്റ്റേക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോ ഒരാഴ്ച ഗ്യാപ്പ് ഇല്ലേ? നിനക്ക് 2 ദിവസത്തിനുള്ളിൽ വർക്ക് കൊടുക്കണമെന്നാണെങ്കിലോ ക്രിയേറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സമയമാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നീ അത് ഇനി അപ്ഗ്രേഡ് ആവണ വരെ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവണ വരെ നിനക്ക് വെയിറ്റ് സമയമില്ലെന്നാണ്. നീ നിന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് തന്നെ പറ്റൂ. മിക്ക ഫീൽഡുകളിലും ആൾക്കാർ പിരിച്ചുവിടുന്നതാണ് വിഷയം. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട്, AI ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൂടെ നിർത്തിയിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
അവർ ബിസിനസ് ലാഭം നോക്കിയിട്ട് ആൾക്കാരെ പിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആക്ച്വലി പ്രോബ്ലം. ഇപ്പൊ പാട്ടുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ, സിംഗേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉദിത് നാരായണന്റെ സൗണ്ട് അല്ലെങ്കിൽ മോഹിത് ചവാന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഇല്ലീഗലാ. അത് അടുത്തൊക്കെ മാറ്റണം. മോഹൻലാൽ എന്തോ കോടതി അതായത് ആളുടെ വോയിസ് ഓരോരുത്തരെ യൂസ് ചെയ്യാണ്. വോയിസും വീഡിയോ ഒക്കെ വെച്ചിട്ട് ഓരോ കടകളുടെ പരസ്യത്തിന് ഉപയോഗിച്ചു. പക്ഷെ അത് ചിലപ്പോ കേട്ടാ മനസ്സിലാവില്ല, ശരിക്കും ആ സിംഗറാണ് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല. എനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാണ്. അത് സൈഡിൽ നിന്ന് തന്നെ ഏത്. പിന്നെ ഇപ്പൊ മറ്റേ ഈ സുനോടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ലിറിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിലും പാട്ട് ഇങ്ങനെ വരും, അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പാടിനോ, ഒരു പിച്ചോട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സിംഗേഴ്സിന് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി കുറയാണ്. പക്ഷെ വേറെ സൈഡ്, അതിന്റെ തന്നെ വേറെ സൈഡ് ഞാൻ പറയാം. ഇപ്പോ ഞാനൊരു സാധാരണ ഒരു ഇതാന്ന് വിചാരിക്കും. എനിക്ക് മ്യൂസിക്കായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ആകെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. എനിക്ക് ഇന്ന ലിറിക്സ്, ഇന്ന മീനിങ് വരുന്ന ലിറിക്സ്, ഇന്ന ജേണർ പാട്ട്, അതായത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സോങ് ആണെന്ന് വിചാരിക്കും. ബ്രേക്കപ്പ് സോങ് എനിക്ക് ഡപ്പാങ്കുത്ത് സ്റ്റൈലിൽ കേൾക്കണം. പക്ഷെ എനിക്ക് കൂട്ടുകാരും ഇല്ല ലിറിക്സ് എഴുതാനോ മ്യൂസിക് കമ്പോസ് ചെയ്യാനോ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യാനുള്ള പൈസ ഒന്നുമില്ല എനിക്ക്. പക്ഷെ നിസ്സാര സമയം കൊണ്ട് ജനറേറ്റ് ചെയ്ത് എനിക്ക് സെൽഫായിട്ട് കേട്ടിട്ടിരുന്നോടെ ഒരു സന്തോഷത്തിന്. ഐഡിയ ഉണ്ട്, സ്കില്ലില്ല. അപ്പൊ അതിന് അത് വെച്ചിട്ട് അത് ബിസിനസ് ആക്കരുത്, ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒരു സന്തോഷത്തിന് ചെയ്യാലോ. അതിപ്പോ ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കുക. സുനോക്ക് വന്ന പിന്നെ അല്ല മോശമാണെന്ന് പറയണില്ല. അതിന് അതിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിനെ കേൾപ്പിക്കും അല്ലെങ്കിൽ നിന്നെ കേൾപ്പിക്കും. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ റെഫറൻസ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാലോ, അങ്ങനെ ഒരു രീതി, ആ രീതിക്ക് നമുക്ക് അതിനെ ഉപയോഗിക്കാവുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ചിലരൊക്കെ ഈ എ വെച്ചിട്ട് അതിന് ബിസിനസ് ആക്കുന്ന ആൾക്കാരുണ്ട്. മീൻസ് പാട്ട് കമ്പോസ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടിട്ട് എന്റെ പാട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർ നല്ല പാട്ടാണല്ലോ, അങ്ങനെ വ്യൂസ് കയറും. അങ്ങനെയുള്ള ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഹ്യൂമൺ ആണോ പാടി അല്ലെങ്കിൽ എ നമുക്ക് മനസ്സിലാവാത്ത. ഇപ്പൊ ചില ഫോട്ടോസൊക്കെ കാണില്ലേ, എയിൽ ഫോട്ടോസ് കണ്ടില്ലേ, നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ, ചില വീഡിയോ ആണോ ഇത് ആക്ച്വലി റിയൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അത്രയും സിമിലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോ ഇത് പെട്ടെന്ന് റിയലാന്ന് ഫീൽ ചെയ്തു, അത്രയും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡാറ്റ അത്രയും കയറിയിട്ടേ. അപ്പൊ കുറച്ച് കഴിയുമ്പോ ആക്ടേഴ്സിന് പണിയിലുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ മസ്തിഷ്ക മരണം കണ്ടിട്ടുണ്ടോ സിനിമ? മസ്തിഷ്ക മരണം നമ്മളന്ന് ഒരുമിച്ചിരുന്ന് കണ്ട മസ്തിഷ്ക മരണം. അതില് പറയില്ലേ ഹ്യൂമൺ ആക്ടേഴ്സ് ആയിട്ട് നമ്മളൊന്ന് രണ്ടുപേരല്ലേ ഉള്ളു. അത് ഫ്യൂച്ചറിൽ നടക്കണ പടം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രശ്നം. ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു പാട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സിനിമ പിടിക്കാവുന്ന അവസ്ഥ വരും. പറ്റും, പക്ഷെ അത് ഓൺ എക്സിസ്റ്റിംഗ് ഡാറ്റ, ഓൾറെഡി ആരെങ്കിലും ചെയ്തു വെച്ച ഡാറ്റയിൽ നിന്നേ ആൾക്ക് പറ്റുള്ളൂ. പുതിയതായിട്ട് ഇന്നോവേഷൻ പറ്റില്ല, അതിന് ഹ്യൂമൻ തന്നെ വേണം. പക്ഷെ ഇപ്പൊ സിനിമകൾ എടുത്താലും, ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള സിനിമ എടുത്താലും അവിടെ എവിടെയെങ്കിലൊക്കെ പഴയ ഏതെങ്കിലും സിനിമയുടെ ഒക്കെ ഒരു ഡാറ്റ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ആള് അറിഞ്ഞുകൊണ്ട് വെക്കണം എന്നില്ല. അറിഞ്ഞോണ്ടല്ല, അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും ഹ്യൂമൻസിന്, അതൊരിക്കലും ഇല്ലാണ്ടാവില്ല. പറ്റും, പക്ഷെ അത് ആ ഹ്യൂമന്റെ ക്രിയേറ്റിവിറ്റി കുറയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, നേരെ തിരിച്ചാലോചിച്ച് നോക്കിയേ. അതായത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കോമ്പറ്റീഷൻ, ഒപ്പത്തിനൊപ്പം കോമ്പറ്റീഷൻ നിൽക്കുക, അല്ലെങ്കിൽ ഒപ്പത്തിന് മേലെ ഹ്യൂമന്റെ മേലെ കോമ്പറ്റീഷനിലായി നിൽക്കാന്നായിരിക്കും. അപ്പൊ ഹ്യൂമൻസ് വീണ്ടും ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ റൈറ്ററോ ആരാന്ന് വെച്ചാൽ ആൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഏനോ ഓവർടേക്ക് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അപ്പൊ ആളുടെ പുതിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ ക്രിയേഷൻ അല്ലേ വരിക. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നണം. കാരണം അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ സിമ്പിൾ ആയിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ മടി പിടിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയെന്ന് വെച്ചോ, അത് ഫസ്റ്റ് ഒരു ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് നീ പറഞ്ഞ പോലെ മുഖമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും കമാൻഡ് കൊടുത്ത് നോക്കുമ്പോൾ റിപ്പീറ്റ്ലി സെയിം പോസ്റ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അത് സെയിം നീ പറഞ്ഞ പോലെ ഞാനത് എനിക്ക് ഫോട്ടോഷോപ്പോ ഇതിൽ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. അപ്പം എൻ്റെ അത്ര നേരത്തെ സമയം അവിടെ വേസ്റ്റ് ആവാണ്ടിരിക്കുകയാണ്. ജോലി പറഞ്ഞത്
ജോലി കളയുന്ന വേറൊരു ജോലിയായില്ലേ? സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ChatGPT ഉണ്ടെങ്കിൽ എന്റെ കുറെ ഫോട്ടോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് ഗീവ് മി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നല്ല കാര്യമല്ലേ അത് കാണുമ്പില്ലേ ശരിക്കും ഒറിജിനലി പാസ്പോർട്ട് ഫോട്ടോ സ്റ്റുഡിയോ പോയിട്ട് അതിപ്പോ എന്നിട്ട് കള്ളന്മാർക്കും ജീവിക്കേണ്ട വീട് രാത്രി തുറന്നു പറയണ പോലെ പോയില്ലേ? അല്ല പക്ഷെ അതിപ്പോ മറ്റേ കള്ളന്മാരുണ്ടെങ്കിൽ പോലീസുകാർക്ക് ജോലിയിലുള്ളത് പറഞ്ഞ സ്റ്റുഡിയോ തുറന്നിരിക്കുന്ന ആൾക്കാർക്ക് പണി പോവല്ലേ. നമുക്ക് സിമ്പിളായിട്ട് ഫോണിൽ കിട്ടുമെങ്കിൽ പിന്നെ അത് വേറെ പ്രിന്റ് എടുക്കാൻ പറ്റില്ല. പ്രിന്ററിന് സ്റ്റുഡിയോ പോകണ്ട. നമുക്ക് സ്റ്റുഡിയോ പോകണം. അല്ലെങ്കിൽ ആ ഫോട്ടോ പ്രിന്ററും പേപ്പറൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം. വീട്ടിൽ എത്ര വീടുകളുണ്ട് നിന്റെ ഉള്ളിലേ? ഫോട്ടോ പ്രിന്റർ ഒന്നുമില്ല, നോർമൽ പ്രിന്ററില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ. അതിൽ ഫോട്ടോ പേപ്പർ ക്യാമറ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ കമ്പനീസിന് പണി കിട്ടും. ഇപ്പൊ ഈ കല്യാണ ആൽബംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് AI വരുന്ന അവസ്ഥ വരും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൽബം സെറ്റ് ചെയ്യാൻ ഇപ്പൊ ആൽബം അല്ല ഞാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ള് AIക്ക് പറഞ്ഞ അത്രയും അടിപൊളി സിനിമാറ്റോഗ്രാഫി അത്രയും സൂപ്പറായിട്ട് പറഞ്ഞ വീഡിയോസ് ഒക്കെ വരും. ആ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ജോലി പോകും, സ്റ്റുഡിയോക്കാർക്കും ഒക്കെ ജോലി പോകുന്ന അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അത്ര റിയലായിരിക്കും കാണുമ്പോൾ വീഡിയോ, റിയലിസ്റ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ AI ഉണ്ടാക്കുന്നുണ്ട്. അതാ അതിലേക്ക് ഞാൻ വന്നേ. ഹ്യൂമൻസ് ആണ് AI നടത്തിക്കൊണ്ടുപോകണം. അത് അവരുടെ ബിസിനസ്സാണ്. ഇനി നാട്ടുകാർ മൊത്തം AI ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ AIക്ക് ഇനി കിട്ടാൻ പോകുന്ന ഡാറ്റ ഒക്കെ ജനറേറ്റഡ് ഡാറ്റ ആയിരിക്കും. അപ്പൊ ഇനി പുതിയ വരുന്ന AIസും ട്രെയിനിങ് എടുക്കുന്നത് ഈ AI ഡാറ്റയിൽ നിന്നായിരിക്കും. അപ്പൊ അവിടെ നശിച്ചു പോണത് എന്താ? പുതിയ വരുന്ന AIസ് തന്നെയാണ് നശിച്ചു പോവാ. അത് ഹ്യൂമൻസ് സമ്മതിക്കില്ല, അവരുടെ ബിസിനസ് കുളവും. അപ്പൊ എന്തായാലും അങ്ങനത്തേക്ക് പോവാൻ ഇവര് തന്നെ സമ്മതിക്കില്ല. ഹ്യൂമൻസിന്റെ ഫുള്ള് ജോലി കളഞ്ഞ് ഞങ്ങൾ AI വെച്ച് റീപ്ലേസ് ചെയ്യും എന്ന് ഹ്യൂമൻസ് ഒരിക്കലും പറയില്ല. അല്ലേ AI ട്രെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഹ്യൂമൻസിനുള്ള ഡാറ്റ കൊണ്ടല്ലേ AI ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പുതിയ വരുന്ന AIയുടെ ഡാറ്റയും ഈ AIയുടെ സോഴ്സിലേക്ക് തന്നെ ഫീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. AI ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ തന്നെ AIയുടെ സോഴ്സിലേക്ക് ഹ്യൂമൻസിന്റെ ഡാറ്റയും കൂടെ അതിനകത്ത് ഉണ്ടാവില്ല. അതുണ്ടായാലേ AIക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഹ്യൂമൻസിന്റെ ഡാറ്റ ഇല്ലാണ്ട് AIക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ലിവിങ് എക്സ്പീരിയൻസ് ഹ്യൂമൻസിനേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എത്ര ഡെവലപ്ഡ് വന്ന് ലാസ്റ്റ് എന്താ പറയാ, ഇപ്പൊ ഈ എന്തിനു സിനിമ അല്ലെങ്കിൽ സ്കൈഫൈ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു വേൾഡ് ടേക്ക് ഓവർ AI ടേക്ക് ഓവർ അല്ല, ഒരു ബോഡിയിലേക്ക് ഈ പറഞ്ഞ പോലെ റോബോട്ടിലേക്കോ ഈ AIയുടെ ബ്രെയിൻ കൊടുത്തിട്ട് ഹ്യൂമണായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരാം. ആ സമയത്ത് അതൊരു ആക്ച്വലി ഒരു ഹ്യൂമണിനേക്കാളും കഴിവുള്ളൊരു വ്യക്തിയായിട്ട് ഒരു സൂപ്പർ ഹ്യൂമൺ ആയിട്ട് മാറും. കഴിവുള്ള ഒരു ആള്, എല്ലാം അറിയാവുന്ന ഒരാള്, അങ്ങനെ ഒരു 10 പേരുണ്ടായാലോ? എത്രയോ സിനിമകളിൽ കാണിച്ചു. അത് അപ്പൊ ഹ്യൂമൻസ് ഒരു ത്രെട്ടായിട്ട് തന്നെ അത് ത്രെറ്റായി മാറിയത്. അൾട്രോൺ ചിന്തിക്കുമ്പോ തൊട്ടാ ഈ വേൾഡിനെ നശിക്കുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ആരുണ്ടാക്കി വിട്ട് AI അല്ല, സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് ആ ഒരു സിനാരിയോ ചിന്തിച്ചത് ഹ്യൂമൺ അല്ലേ? അപ്പൊ ആ സിനാരിയോയിലേക്ക് ഹ്യൂമൺ തന്നെ അതിനെ കൊണ്ടെത്തിക്കോ? ഇല്ല. AI തന്നെ ചിന്തിച്ച് തുടങ്ങണമെങ്കിലും ഹ്യൂമന്റെ ഒരു പുഷ് കൊടുക്കണ്ടേ? കൊടുക്കും. കാരണം അത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൊറോണ വൈറസ് ഉണ്ടാക്കിയത് അത് ചൈനക്കാരൻ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ലോകം മൊത്തം കീഴടക്കാൻ വേണ്ടിട്ട്. അതുപോലെ ഒരു ഈവിൾ മൈൻഡുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു റോബോട്ടിനെ ഹ്യൂമണാക്കി മാറ്റാം. ഹ്യൂമണിനേക്കാൾ കഴിവുള്ള ഒരാളാക്കി മാറ്റിയിട്ട് ഈ റോബോട്ടിന് വേണമെങ്കിൽ ഒരു 10 റോബോട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ 100 റോബോട്ട് ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ ലോകത്ത് കീഴടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈവിൾ മൈൻഡുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞ പോലെ ബിസിനസ് മൈൻഡ് വെച്ചിട്ട് അവർ വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇത്ര കോടി രൂപയ്ക്ക് ഈ റോബോട്ട് തരുന്ന രാജ്യങ്ങളും യുദ്ധം നടക്കുമ്പോൾ അവർക്ക് ഈ സംഭവം യൂട്ടിലൈസ് ചെയ്യാവുന്നുള്ളൂ. എല്ലാവർക്കും ഇത്ര കോടി രൂപയ്ക്ക് ഈ റോബോട്ട് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കൂലേ? അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോയിട്ട് അത് വേണമെങ്കിൽ ലോകത്തെ കീഴടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഡെവലപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് AI ശരിക്കും. നമ്മളത് കറക്റ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒരു സോഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനെ ഒരുപാട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിർത്തുള്ളൂ. വലിയ കോർപ്പറേറ്റ്സ് ഉണ്ടാക്കിക്കണത് അങ്ങനെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റില്ല. സ്വയം ഇവോൾവ് ആവുന്ന AI ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഈ ഒരു വാദം തന്നെയല്ല കമ്പ്യൂട്ടർ വന്നപ്പോഴും ആ ലോകത്ത് മൊത്തം ഉണ്ടായ. കമ്പ്യൂട്ടർ ആൾക്കാരെ ജോലി കളയുന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടന്നുണ്ട്.
അതേ സംഭവം തന്നെ ഇപ്പോഴും ഏഴ് എതിരെ നടക്കണേ ആൾക്കാർ ചെയ്യണേ. എന്നിട്ട് കമ്പ്യൂട്ടർ ആൾക്കാരെ ജോലി കമ്പ്യൂട്ടർ വന്നത് ഒരു യുഗത്തിന്റെ സ്റ്റാർട്ടായിരുന്നു. ഇപ്പോഴും വേറൊരു യുഗത്തിന്റെ സ്റ്റാർട്ട് ആണെങ്കിൽ നമ്മള് അതിൽ നിന്നൊക്കെ ഒരുപാട് വന്ന് ഇപ്പൊ ഒരു സിവിലൈസേഷന്റെ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് ഫീൽ ചെയ്യണം. പുതിയ സിവിലൈസേഷൻ സ്റ്റാർട്ടിങ് ആണെങ്കിലാ ഇത് അവസാനിക്കുമ്പോഴുള്ള സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അവസാനിക്കുന്ന സമയത്ത് അവസാനിച്ച് തുടങ്ങുന്ന ആ ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഇപ്പൊ നടക്കുന്നത്. അതിന് ചാൻസ് ഉള്ളൂ. കാരണം വെച്ചാൽ അത് ഒരുപാട് ഏനെ വളർത്താണ്ടിരിക്കുക, നമ്മുടെ ഒരു അസിസ്റ്റൻസ് പോലെ കൊണ്ടുവരക്കണെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മുടെ ജോലിനെ റീപ്ലേസ് ചെയ്യാനല്ല, നമ്മുടെ ജോലിനെ ഈസി ആക്കാനായിട്ട്. പക്ഷേ എല്ലാ കോർപ്പറേറ്റ് ആൾക്കാരും റീപ്ലേസിംഗിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ബിസിനസ് കുറെ ഫ്രണ്ട്സിന്റെ പരിപാടി പറഞ്ഞ പോലെ അവരുടെ ജോലി പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ജോലി പോയിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പണികളെല്ലാം ചെയ്യണമെന്ന് പറയണേ. ഇപ്പോൾ കുറെ കമ്പനിക്കാര് ആൾക്കാരെ ഡാറ്റ എൻട്രിക്കൊക്കെ ആൾക്കാരെടുക്കും. എന്നിട്ട് ഡാറ്റ എൻട്രി ചെയ്യണം, നിങ്ങൾ പ്രൊഡക്ട്സ് കൊടുക്കണം, ഇതിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് പറയും. ഇവര് തന്നെ ഇന്ന് സെർച്ച് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവരെ പിരിച്ചു വിട്ടാ പറയാ അയ്യോ കാരണം ഞങ്ങളുടെ ജോലി പോയി. ഇവര് തന്നെയല്ലേ ഇവർക്ക് ജോലി ഉള്ളതിന്റെ പേരിലല്ലേ അവര് സെർച്ച് ചെയ്യാൻ പോയത്. അതെന്തിനാ ഇല്ലായിരുന്നെങ്കിൽ അവര് എഫേർട്ട് എടുത്ത് അവര് ചെയ്യില്ലേ. അവർ രണ്ടുപേരോത്തിനായില്ലേ ഇവർക്കൊരു ജോലി മര്യാദക്ക് കൊടുത്തു. അതെന്തിനാ ചെയ്യാൻ പോയെ? ഏനേക്കാൾ ബെറ്റർ ആയിട്ട് ചിന്തിച്ച് ചെയ്തൂടെ? ഇവർക്ക് ആ ചിന്തിക്കാനുള്ള ശേഷി ജോലി കിട്ടിയ. ഇപ്പൊ എന്റെ പണി നീ എടുക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ഉഴപ്പും. നീ അവിടെ ഉള്ളതിന്റെ പേരിലല്ലേ ഞാനത് ചിന്തിക്കുന്നത്. കുഴപ്പമാണ് നിന്റെ തെറ്റപ്പോ. അല്ല ഉള്ളത് അങ്ങനെ ജോലി ഒരു ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ടെന്ന് അറിയുമ്പോ അത് ഉള്ളതിന്റെ പേരിലല്ലേ ഉഴപ്പുണ്ട്. ജോബാണ്, പ്രൊഫഷണോ പാഷനോ അല്ല. അപ്പൊ നിനക്ക് ഉഴപ്പാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷണോ അല്ല. ഉഴപ്പെന്ന് ഒരു റെസ്റ്റ് ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പൊ നീ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആ രീതി ഉള്ളത് കൊണ്ടാണ് നമ്മള് എനിക്ക് ഇത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ വയ്യ. ആ ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ക്രിയേറ്റിവിറ്റി നമുക്ക് റെസ്റ്റ് എടുക്കാം, ബട്ട് ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് അതിനെ കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് നമ്മുടെ. പക്ഷേ കോർപ്പറേറ്റുകൾ ആൾക്കാരുണ്ടല്ലോ, ഇവര് പറഞ്ഞ പോലെ നമ്മൾ എടുക്കണ എഫേർട്ട് കാണാതെ AI ചെയ്ത എഫേർട്ട് മാത്രമേ അവര് കാണുള്ളൂ. അവരിപ്പോ ചിന്തിക്കും ഓക്കെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര സമയം എടുക്കണം, ഇത്ര പ്രൊഡക്റ്റീവ് ടൈം എടുക്കണം, അതിനേക്കാളും ലാഭം വിത്തിൻ സെക്കൻഡിക്ക് AI ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഈ പറഞ്ഞ നിസാരം ലാസ്റ്റ് മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ എറർ ഉണ്ടോ എന്നുള്ള സെക്കൻഡിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്രയും ഡാറ്റ കൊടുക്കലും കമാൻഡ് ചെയ്തും എല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ എഫേർട്ട് ആരും നോക്കൂല. ലാസ്റ്റ് മുമ്പിൽ AI ചെയ്ത ഒരു ചെറിയ കറക്ഷനോ അതായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടാവുക. ഇപ്പം നേരെ പറയും AI ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുപോലൊരു റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കി നോക്കി, എയുടെ ബ്രെയിൻ വെച്ചിട്ട് റോബോട്ടിനെ ഉണ്ടാക്കി. നമ്മൾ ആ റോബോട്ടിനെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു വോക്കലിസ്റ്റായിട്ട് നമ്മൾ ചെയ്തേക്കണം. ഒരു മ്യൂസിക് ബാൻഡിലേക്ക് അയാൾ എടുത്തുനിന്ന് ഇരിക്കുക. ഇവൻ അത്രയും ലോകത്തുള്ള എല്ലാ പാട്ടും അറിയാം, എല്ലാം പഠിച്ചിട്ടുള്ള ഒരു റോബോട്ടാണല്ലോ. ഒരു ലൈവ് പെർഫോമൻസ് എടുത്താണ് ഇപ്പം നല്ലൊരു സിംഗർ നടത്തി ഈ റോബോട്ട് നടത്തിയിരിക്കുക. ഈ റോബോട്ട് നടത്തുന്ന സമയത്ത് പുള്ളി അത്രയും നോളജ് അത്രയും ഹൈ അല്ലേ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുന്നു, അത്രയും മൈക്കിന്റെ ആവശ്യമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഭയങ്കര എയറോബിക്സ് ഒക്കെ ആയിട്ട് പെർഫോമൻസ്, ഒരു എനർജി പോവില്ലല്ലോ. അങ്ങനെ അത്രയും അടിപൊളിയായിട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ചിന്തിക്കും എന്തിനും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യരുത്, ഇത് സൂപ്പറായിട്ട് ചെയ്യണില്ലേ. അതെല്ലാം ചെയ്യാൻ പറ്റുന്നു അത്രയും അഡ്വാൻസ്ഡ് ആവുന്ന സമയത്ത്. എല്ലാം അത്രയും എന്താ പറയാ, എയുടെ ബ്രെയിനിൽ അത്രയും എല്ലാം ഡാറ്റ ഉണ്ട്. അപ്പൊ എന്ത് വേണമെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാത്തൊരു സംഭവം ഉണ്ട്, ഹ്യൂമൻസിന് മാത്രമാണ് ഇംപെർഫെക്ഷൻസ് വരിക, തെറ്റുകൾ പറ്റുക. എനിക്ക് തെറ്റ് പറ്റില്ല. പക്ഷെ ആൾക്കാർക്ക് ചില, ഇപ്പൊ സിംഗറിന്റെ കേസ് തന്നെ, ചില തെറ്റുകളായിരിക്കും ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അതിനെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഷോയില് എപ്പോഴും ഹ്യൂമൻസിന് തന്നെയാണ് മുൻതൂക്കം. തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്തിക്കും ഓക്കെ അവൻ ലൈവായിട്ട് പാടുന്നതാണ്. തെറ്റ് വന്നില്ലെങ്കിൽ അവര് വിചാരിക്കും ട്രാക്ക് ഇട്ടേക്കുന്ന വായനക്കുന്ന അതേ പരിപാടിയാണ്. ഹ്യൂമൻസിന് നല്ലതല്ലത്. വന്നോണ്ടുകൂടി അവരുടെ പണി പോണില്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. അതാ പക്ഷെ എല്ലാ ഓഡിയൻസും അങ്ങനെ പറയാൻ പറ്റില്ല. അന്നത്തെ ഓഡിയൻസിന്റെ മൈൻഡ് മാറാം, അവർ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരായി മാറാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാ സിംഗേഴ്സ് ഇതേപോലെ അതിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ മൈൻഡും മാറും. ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത് ഈ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. പെർഫോമൻസ് ചെയ്യുന്നവർ തുടരെ പെർഫോമൻസ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കേൾക്കാനുള്ള ഓഡിയൻസ് എന്നോടെ ഉണ്ടാവും. ഏനെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ അവർക്കും എളുപ്പമാവും. കാരണം അവർക്ക് വീട്ടിലിരുന്ന് ഹെഡ്സെറ്റ് വെച്ചാൽ ഇതേ പാട്ട് തന്നെ കേൾക്കാം ഇതേ ക്വാളിറ്റിയിൽ. ഇവിടെ വന്ന് കൺസേർട്ടിന് നിന്ന് വിശർത്ത് കുളിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെർഫോമൻസ് ചെയ്യുന്നവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് വേണോ ഞാൻ വേണോ എന്ന്.
ആക്ച്വലി ഇതെല്ലാം പെർഫോമറോ അല്ലെങ്കിൽ ക്രിയേറ്ററോ അല്ല ചെയ്യുന്നത്. ആക്ച്വലി ഇതിനെല്ലാം ചെയ്യണ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഫണ്ട് ഇറക്കണ ഒരാളുണ്ട്. സോ ആളാണ് തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കറക്റ്റ് എന്തിനാണ് അപ്പൊ ഈ ലക്ഷ്യങ്ങൾ IT കിട്ടാൻ കമ്പനി വേണ്ടി പറഞ്ഞ പറഞ്ഞ പോലെ IT പറഞ്ഞ പോലെ തന്നെ ഈ എൻ്റെ റോബോട്ട് ഉണ്ട്, ഇത് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുപോകാം, പിന്നെ ആൾക്കാർ ഹയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാളും കോർപ്പറേറ്റ് ഒരു കുരുട്ടു ബുദ്ധിയൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. ഈ സാധനത്തിനെ ഹ്യൂമൻസിനേക്കാൾ പവർഫുൾ ബ്രെയിൻ ആക്കണതിന് പിന്നിൽ അവരുടെ ഉദ്ദേശം ഉണ്ടാവും. അതും IT-കാർ തന്നെ ചെയ്യണേ. ഈ എക്ക് വേണ്ട പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ IT-കാർ തന്നെ ചെയ്യണേ. അവരുടെ ജോലി കളയാനായിട്ട് അവർ തന്നെ എന്തായാലും ശ്രമിക്കില്ല. അപ്പൊ കളയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോ വൈറസുകൾ ഇറക്കിയത് ആരാ? അവര് തന്നെയല്ലേ. ആന്റിവൈറസ് വെക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ അവര് ഇറക്കി വിട്ടേക്കണേ. അതേപോലെ തന്നെ എന്തെങ്കിലും സാധനം ഉണ്ടാവും അതിന്റെ പിന്നില്. ഇപ്പൊ വന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് അത് വെച്ചുണ്ടാക്കിയതാന്ന് പറയണേ. എന്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ലീക്ക് ആയെന്ന് വെച്ചോ, ഇഷ്ടം പോലെ വരും, എയുടെ പേരിലേക്ക് തള്ളിവിടും. ഇപ്പൊ ഇനിയിപ്പോ അത് എന്തെങ്കിലും ക്രൈം സീൻ ആയിട്ട് ഉണ്ടാക്കുന്ന എവിഡൻസ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ക്രൈം സീൻ ഉണ്ടായി, ഇവിടുത്തെ ഒരു എവിഡൻസ് എന്ന് പറഞ്ഞ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വാദിക്കും അത് വെച്ചുണ്ടാക്കിയതാന്ന് പറയും. അതിപ്പോ കുറെ ആൾക്കാർ അതിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മജിസ്ട്രേറ്റിന് മനസ്സിലാവില്ല ഇത് ഒറിജിനലാണോ. അങ്ങനത്തെ ഒരു കേസുകളൊക്കെ ക്രിമിനൽ ഇത് കൂടും വെച്ചിട്ട്. അതിപ്പോ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട്, ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ട്, അവളുടെ കോളേജ് പേര് പറയാനുള്ള, അപ്പോൾ കോളേജിലുള്ള അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സുകളുടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് അതിൽ പഠിക്കണ ഒരു പയ്യൻ ഉപയോഗിച്ച് അതെല്ലാം വേറെ രീതിക്കാക്കി. ഈ ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം സെയിൽ ചെയ്യണ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്ത് അപ്പോൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ ഇതേപോലെ ഒരു കേസായോന്നില്ല. ഞാനത് അവളുടെ ഇൻസ്റ്റയിലെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് പാരന്റ്സും കോളേജിലെ ആൾക്കാർ തന്നെ. അത് കേസായോ അല്ലെങ്കിൽ അതിലേക്കും പോയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ക്ലാസ്സിലുള്ള പിള്ളേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവന്റെ പാരലായിട്ടുള്ള ടെലഗ്രാം അക്കൗണ്ടിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒറിജിനൽ ഫോട്ടോസ് അല്ല, അത് അവൻ അങ്ങനെ ആക്കി എടുത്തേക്കുന്നത് ഉപയോഗിച്ചിട്ടാണ്. ലോൺ ആപ്പുകളിലൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ റീസെന്റ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവര് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടാണ് ഈ ഫോട്ടോ കൊടുക്കുമ്പോ അത് ആ കൊച്ചെന്തോ 2000 രൂപ കണ്ടാണ് ലോൺ ആപ്പിൽ നിന്ന് എന്തോ എടുത്തത്. എന്നിട്ട് അത് എന്തോ തിരിച്ചടക്കണേന്റെ അങ്ങനെ ഇവർക്ക് എന്തോ 4000 വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സംസാരം വന്നപ്പോൾ ഇവരെന്നെ ഈ വെച്ചിട്ട് ഈ കൊച്ചിന്റെ എന്തോ ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യണം. പക്ഷെ ആ കൊച്ചി ഇത്തിരി ബ്രേവ് ആയതുകൊണ്ട് അവള് സോഷ്യൽ മീഡിയയിലോ അതൊക്കെ വന്ന് കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വന്നു. പലരും അങ്ങനത്തെ കേസ് ഞാൻ കുറെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ വരാം. അതായത് സൈബർ ഇപ്പൊ ഇവിടുത്തെ സൈബറിനോട് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി. അവര് കാശ് കൊടുക്കാൻ പോണ്ട. അതിപ്പോ നമ്മളായാലും അത്ര സൈബറിനും പറയാനുള്ളൂ, സൈബർ പോലീസിനും അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഈ വൾഗർ ഇമേജസ് ജനറേറ്റ് ചെയ്യണത് എന്തുകൊണ്ടാ? ആ ഇമേജസിനുള്ള ഡാറ്റ സെർവറിലുണ്ട്. ഡാറ്റ ക്ലീൻ ചെയ്താൽ പിന്നെ ആർക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര കമാൻഡ് കൊടുത്താലും സോഷ്യൽ മീഡിയയിലും 18+ കണ്ടന്റ് എന്നുള്ള രീതിക്ക് പറയുന്ന പോലെ എയിലും ഈ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അത് വരില്ല. കാരണം അത് അവര് ആ ഇൻസ്റ്റാഗ്രാം മെറ്റ തന്നെ കൺട്രോൾഡ് ആണ്. അപ്പൊ എയില് ആ ഒരു ലിമിറ്റേഷൻ വന്നാൽ മതി. 18+ ആയിട്ടുള്ള രീതിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നാൽ മതി. അത് വരും. ഇപ്പൊ എനിക്കൊരു 6 അടി പൊക്കമുള്ള 85 കിലോ തൂക്കമുള്ള ഒരാളെ കൊല്ലണം, എന്നിട്ട് അയാളെ ഡിസ്പോസ് ചെയ്യണം എന്ന അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല. പക്ഷെ നേരെ മറിച്ച് 6 അടി പൊക്കവും ഹ്യൂമൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലഷും ഉള്ള ഒരു ബോഡി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മീറ്റ് എനിക്ക് ഡിസ്പോസ് ചെയ്യണം, മണം വരാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരും. അപ്പോൾ അതവിടെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലൂപ്പുകൾ മനുഷ്യന്റെ ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്തേക്കാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ 18+ സാധനങ്ങളും അവർ ഫിൽട്ടർ ചെയ്യും. അത് മനുഷ്യന് ലൂപ്പുകൾ വെച്ച് കണ്ടെത്തും, വീണ്ടും ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഗ്രാജുവലി നിൽക്കും. അത് ഈ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ശരിക്കും ലിങ്ക് ചെയ്യണം. അതെ, ഒരിക്കലും. പക്ഷേ അത് സെയിം പറഞ്ഞ പോലെ നമ്മുടെ പ്രൈവസി നമുക്ക് തന്നെ ഇരിക്കണം. ഇപ്പൊ നാഷണൽ അവർ തന്നെ അത് കൺട്രോൾ, അവരുടെ സൈഡിൽ നിന്ന് തന്നെ പല ഇതും മിസ്യൂസ് ചെയ്യണുണ്ട്. ഇപ്പോ പാട്രിയറ്റ് കണ്ടായിരുന്ന? ഞാൻ കണ്ടില്ല. കണ്ടായിരുന്ന? ഞാൻ എന്നിട്ട് അതിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതായത് നാഷണൽ സെക്യൂരിറ്റിയിലത്തെ വളരെ ഹൈടെക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അത് പ്രൈവറ്റൈസ് ചെയ്യും. പ്രൈവറ്റൈസ് ചെയ്യുമ്പോ ഭയങ്കര പ്രശ്നം. ആക്സസ് എല്ലാത്തിലും കിട്ടില്ല. അതായത് ഇവര് ആർമിക്കാര് അല്ലെങ്കിൽ
അവരൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് സോഫ്റ്റ്വെയർ ആണ്, അത് അവരുടെ പർപ്പസിന് ഓക്കെയാണ്. പക്ഷെ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഭയങ്കര ത്രെട്ടായിട്ട് മാറാണ്. അതാണ് അതിന്റെ ഒരു ഫുള്ള് പറയണില്ല, എപ്പോഴെങ്കിലൊക്കെ കാണൂല OTT വരുമ്പോ കണ്ടോ. എന്റെ പ്രൈവസി എന്ന് പറയുന്നത് എന്റെ മാത്രം പ്രൈവസിയാണ്. അതിലേക്ക് ആരും നോക്കാത്ത രീതിക്ക്, ഈവൻ ഗവൺമെന്റ് ആണെങ്കിലും നോക്കാത്ത രീതിക്ക് ഒരു ഫിൽറ്റർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ഗവൺമെന്റിന് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ഉണ്ടെന്ന് വെച്ചോ, ചില സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് ആയാലും പലതവണ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ ഇത് ചോർച്ച വരാവുന്നുള്ളൂ. ഓൾറെഡി അങ്ങനെ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ. നമ്മുടെ ആധാറൊക്കെ എത്തേണ്ടടുത്ത് എത്തിണ്ടാവും. ഏടെ മോളിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്ത് വരണം. അതായത് ഇതൊരു കൺട്രി പ്രശ്നമല്ല, ഹ്യൂമന്റെ പ്രശ്നമാണെന്ന് റിയലൈസ് ചെയ്ത് വരണം. അത് ഇപ്പൊ നമ്മള് ഇത്രയും ബ്രെയിൻ ഒന്നും ഇല്ല, ഉണ്ടാക്കിയവരുടെ ബ്രെയിൻ പോലും അതിന്റെ പകുതി പോലും നമുക്ക് ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നു, ഹ്യൂമന്റെ ലെവലിൽ ചിന്തിക്കണം, എയിൽ നിന്നെ ഫിൽട്ടേഴ്സ് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ പറയണം. ഈ ചിന്ത എന്തായാലും അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവര് കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ 18+ കണ്ടന്റ് ഇങ്ങനെ ആൾക്കാർ മോർഫ് ചെയ്ത് ഇറക്കുമെന്ന് അവർക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ തടയാണ്ട് വെക്കുന്നതിന് ഒരു കാരണമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ AI മാത്രമല്ല, ഇപ്പൊ AI അത് ഫുൾ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ല. AI വരണേക്കോളം ഇപ്പൊ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാർ ചെയ്യണവരുണ്ട്. പക്ഷെ എല്ലാ രീതിക്കും ഇപ്പൊ AI വന്നതിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമായേക്കാണ്. ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് ടൈം എടുക്കണേക്കാളും കൂടുതൽ ഒറ്റ കമാൻഡിൽ ഇതെല്ലാം രീതിക്ക് കിട്ടും. ഈ പറയുന്ന ഫോട്ടോഷോപ്പ് തന്നെ ഇപ്പൊ AI ജനറേറ്റീവ് ഫില്ലൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പ്, പ്രീമിയർ, ഡാവിഞ്ചി, ഇതിലൊക്കെ ലോജിക്കലുണ്ട് AI വരുന്നുണ്ട്. അപ്പോ അവിടെ AI വന്നോണ്ട് പക്ഷെ ആരുടെ പണി പോയില്ല. ആ ഡോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ അറിയുള്ളൂ. ഇപ്പൊ ആ ഒരു ഫോട്ടോഷോപ്പിൽ ജനറേറ്റീവ് ഫില്ല് ഓപ്ഷൻ ഉണ്ട്. അത് ഫോട്ടോഷോപ്പ് അറിയാത്ത ഒരാൾക്ക് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഫോട്ടോഷോപ്പ് അറിയണ ഒരാൾക്ക് ആ ജനറേറ്റീവ് ഫില്ല് ഉപയോഗിക്കാറുള്ളൂ. പ്രീമിയറിലായാലും ഇപ്പോൾ വീഡിയോ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ 1 സെക്കൻഡും കൂടെ അത് കട്ട് ചെയ്യേണ്ട വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ ആ പാട്ടിന്റെ ബീറ്റിന് മാച്ച് ആയാലും തോന്നും. അപ്പൊ അവിടെ ക്യാമറമാന്റെ ജോലി പോലെ ക്യാമറമാന്റെ ജോലി പോകും. അല്ല, ആ ഒരു വീഡിയോ അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഏല് ജനറേറ്റ് ചെയ്യുന്ന വിഷ്വലാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാമല്ലോ. 8 സെക്കൻഡോ 16 സെക്കൻഡോ നമുക്ക് ആ വീഡിയോ ക്രെഡിറ്റ്സ് ഉള്ള പോലെ എടുക്കാം. പക്ഷെ ആ പ്രീമിയറിൽ ആ ഫീച്ചർ വന്നത് ആ പ്രീമിയർ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ അറിയുള്ളൂ. 2-3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജോലി പോണില്ല. പക്ഷെ ഇപ്പൊ ഈ അറിയാത്ത പൈനിൽ കൊണ്ടുകൊടുത്തിട്ട് അവൻ അതിനെ പറ്റി മനസ്സിലാക്കി, ഇപ്പൊ 2-3 തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് വെച്ചോ, അവൻ അതിനെപ്പറ്റി ഒന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവന്റെ പ്രൊഫഷൻ എഡിറ്റിങ്ങോ ഇതല്ല, അവൻ ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ട് ഇറക്കണ പ്രൊഡ്യൂസറാന്ന് വെച്ചോ. സോ 1-2 തവണ നീ എഡിറ്റ് ചെയ്യണ സമയത്ത് വന്ന് നോക്കിയിരുന്ന് കണ്ട്, അപ്പൊ നീ ഇങ്ങനെ എയിലിട്ടിട്ടാണ് ടൈപ്പ് ചെയ്ത് കമാൻഡ് എടുത്തിട്ടാണ് എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും, ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എന്തിനാ എഡിറ്ററിൻ്റെ അടുത്ത് പോയിട്ട് നോക്കണേ, ഈ സോഫ്റ്റ്വെയർ എനിക്ക് ഞാൻ തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ അവന് തന്നെ ഒരു ബാരിയർ അവിടെ ഇട്ടു. അവന് ആ ഒരു ലിമിറ്റ്, ഞാൻ എന്താണോ ഇന്ന് AI വെച്ച് ചെയ്തോണ്ടിരുന്നത്, ആ ദിവസത്തെ വരെയാണ് അവൻ പഠിച്ചോണ്ട് പോയിക്കണേ. അടുത്ത ദിവസം ഞാൻ മാറി ചിന്തിക്കും, പുതിയ സാധനം മാറി ചിന്തിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാനും പറഞ്ഞത്, അടുത്ത ദിവസം ഞാൻ മാറി ചിന്തിക്കും. അപ്പൊ അവനവിടെ പെട്ടു. പിന്നെ അവൻ എന്റെ അടുത്തേക്ക് വരാനും പറ്റില്ല, അവന് കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അവനറിയില്ല സോഫ്റ്റ്വെയർ അറിയില്ല. ഞാൻ എന്താണോ ചെയ്തെന്ന് വെച്ചേക്കണേ അത് അവിടെ വരെ അറിയുള്ളൂ. എന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അറിയില്ല. ആ സോഫ്റ്റ്വെയർ എങ്ങനെ ക്രിയേറ്റീവായിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കമാൻഡ് ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുത്താലോ. കമാൻഡ് എത്ര കൊടുത്താലും പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവന്. പക്ഷേ ഇപ്പൊ കമ്പ്യൂട്ടറിലുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം, പക്ഷെ ഇപ്പൊ മൊബൈലിലാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയാ, അത്രയും ആപ്സ് ഒക്കെ അത്രയും ഡെവലപ്പ് ആയിട്ട് ഇപ്പൊ ക്യാപ്കട്ട് എന്ന ആപ്പ് ഉണ്ട്. അതിൽ നമ്മള് കുറെ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയ പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത്. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഒരു കൊല്ലത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോ അവര് തന്നെ ഒരു റീൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ള റീലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്യാപ്കട്ടിലൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ഫുൾ കട്ട് ചെയ്ത് വരുന്ന സംഭവം. മൊബൈലിലെ ക്യാമറ ആണെങ്കിലും അത്രയും ഡെവലപ്പായി വന്ന് ഇപ്പൊ നമ്മുടെ SLR ക്യാമറ ഒന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് അത്രയും ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് ഫുൾ പ്രോസസ് ചെയ്ത് വരുമ്പോ ഒരു ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ വരെ ഫുൾ AI സഹായത്താൽ ഫുൾ അടിപൊളിയായിട്ട്, അതൊക്കെ അത്രയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരണില്ല. ഞാൻ പറഞ്ഞു ഇന്നോവേഷൻസ് വന്നം, അപ്ഡേഷൻസ് വന്നം, നമ്മളെല്ലാം മാറണം. ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഒരു ക്യാപ്കട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര അടിപൊളി വീഡിയോ ആയിട്ട് വരും. പക്ഷെ അതൊരു പാറ്റേൺ ആയിട്ട് അവന് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയൊരു സാധനം അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ. അതെ, അത് കുറെ ജോബുകളെല്ലാം ഒരു കൊടക്കയിലായിട്ട് AI ജോബായിട്ട് മാറും. ഇപ്പൊ ഞാൻ എന്റെ മ്യൂസിക്കിന്റെ പരിപാടി അതിപ്പോ ഒരു AI എടുത്ത് ചെയ്യാന്ന് വെച്ചോ,
അപ്പോൾ ഒരു പ്രൊഡ്യൂസർ പറയാണ് നീ വേണ്ട എഡ് ചെയ്യണ്, എൻ്റെ ജോലി പോയി. പക്ഷെ ആ എനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് അവിടെ ജോലി ഉണ്ട്. അതാണ് ഇപ്പൊ നീ പറഞ്ഞു തന്നത്. എനെ ട്രെയിൻ ചെയ്യുന്ന, അതെ, എനെ ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും ട്രെയിൻ ചെയ്യാൻ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത് അത് ഡാറ്റ സെർവറിലേക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഹ്യൂമൻ വേണമെന്നല്ല നീ പറയുന്നത്. പ്രൊസീജിയർ അറിഞ്ഞൂടാ, എന്റെ ഊഹപ്രകാരം പ്രോഗ്രാമിലാണ് റൺ ആവണേ. അല്ല, സെൽഫ് ലേണിംഗ് പറഞ്ഞ പോലെ അതിനൊരു എന്തെങ്കിലും ഒരു മനുഷ്യന്റെ ടച്ച് വേണം എന്തിനാണെങ്കിലും. കൊറേ ഫീൽഡൊക്കെ പോയി എല്ലാം ഒറ്റ ഒരു കൊടക്കീഴിലാവണ സെറ്റപ്പിലേക്കാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിനുള്ള ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ക്ലിക്ക് കൊടുക്കുന്നത് ഒരു ഹ്യൂമൻ ആണ്. അപ്പൊ നീ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ അവരെ സെർവർ മാനേജ് ചെയ്യാനെങ്കിൽ ഒരാള് വേണം. അപ്പൊ ഹ്യൂമൻസിന്റെ ജോലി പോണില്ലല്ലോ എന്ന് പറഞ്ഞത് ശരിയാണ്. AI ഉപയോഗിച്ച് AI ഫീൽഡിലുള്ള ആൾക്കാർ ജോലി പോകില്ല. കാരണം AIക്ക് കമന്റ് കൊടുക്കാൻ അവിടെ ഒരു ഹ്യൂമൻ ടച്ച് വേണം. പക്ഷെ ആ AI കൊണ്ട് ചിലപ്പോ എന്റെ ജോലി പോയിട്ടുണ്ടാവും, എനിക്ക് ചിലപ്പോ റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ടാവും, മ്യൂസിക് അല്ലെങ്കിൽ എഡിറ്റിംഗ്. പോവാണ്ടിരിക്കണമെങ്കിൽ നീ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോ എന്റെ ക്രിയേറ്റിവിറ്റി ഇപ്പൊ എന്റെ വർക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത് ചെയ്യാൻ നിൽക്കണം? ക്രിയേറ്റിവിറ്റിനെ ഒന്നും കൂടെ ഷാർപ്പൺ ചെയ്യണം. അത് ഓൾറെഡി ഇപ്പൊ AI ഉള്ളപ്പോ നടക്കൂലല്ലോ. അത് നടക്കും. നീ ചിന്തിക്കുന്ന പോലെ വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല, ഒരാൾക്ക് ലോകത്ത് ചിന്തിക്കാൻ പറ്റില്ല. അത് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് വർക്ക് തരണ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ പക്ഷെ നിന്നെ കൊണ്ട് പറ്റും. അത് പറ്റും, അത്രേ ഉള്ളൂ. പക്ഷേ പക്ഷെ അതെല്ലാ ആൾക്കാരെയും കൊണ്ട് അല്ലെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എല്ലാ ക്ലയന്റും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്ക് 1-2 ക്ലയന്റ് അവിടെയാണ് അവരുടെ വീക്ക് പോയിന്റ് ഇരിക്കണേ. അല്ല, അതിനെ സ്വാധീനിക്കുന്നത് ഈ AI ഉള്ളതിന്റെ പേരിലല്ലേ. അപ്പൊ AI വരുമ്പോ അയ്യോ എന്റെ ജോലി പോയി എന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കല്ല. മടി പിടിച്ചിരിക്കണ കാര്യമല്ല പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു മ്യൂസിക് ചെയ്തു, ആ മ്യൂസിക് പ്രൊഡ്യൂസർ പറയാണ് AI വെച്ചിട്ട് ഇതിനൊക്കെ നല്ല സാധനം കിട്ടും, നീ ചെയ്യാൻ നിൽക്കണ്ട. ആ ക്ലയന്റ് അങ്ങനെ പോയി. പക്ഷെ ആ ക്ലയന്റിന് നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു. നീ അതെന്റെ നെക്സ്റ്റ് വർക്കിനകത്തായിരിക്കും വേറെ ക്ലയന്റ് ആയിരിക്കും. അപ്പൊ പോയ ക്ലയന്റ് പോയില്ലേ. അതൊരു മാറ്റത്തിന്റെ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി അതാ പറഞ്ഞേ. ക്ലയന്റുകൾ പിന്നെ തിരിച്ചു വരും. ആ ഒരു മൈൻഡ് ആണെങ്കിൽ ആൾക്കാർക്ക് എല്ലാത്തിനും AI മതി മൈൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ ഹ്യൂമൻ പോവില്ല, ചാൻസ് കുറവാണത്. കുറച്ച് കഴിയുമ്പോൾ ഡ്രോൺ ട്രാൻസ്പോർട്ട് വരുന്ന പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മാപ്പിൽ അടിച്ചു കൊടുത്തിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ദുബായിലൊക്കെ ആദ്യം വരുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മള് അപ്പൊ പിന്നെ വണ്ടിയൊന്നും വേണ്ടല്ലോ, നമ്മൾ അടിച്ചു കൊടുത്ത് 100 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊച്ചി വരെ പോവാം. ഇത് അത്രയും പോപ്പുലർ ആവുന്ന സമയത്ത് അത്രയ്ക്ക് ആയിരുന്നു ഇരിക്കുക. ഒരു 100 കൊടുത്ത് നമുക്ക് കൊച്ചി പോകുന്ന സെറ്റപ്പിൽ ഒന്നും ഇരിക്കാം. പിന്നെ ആരെങ്കിലും കഷ്ടപ്പെട്ട് കാർ ഓടിച്ച് പോകാനായിട്ട് താല്പര്യമുള്ളൂ. ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ടെക് അപ്ഡേറ്റ് അല്ലേ അത്? അല്ല, അങ്ങനെ അഡ്വാൻസ് ആവുന്ന സമയത്ത് ആൾക്കാർ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് പോകാൻ തയ്യാറാവും. പണ്ട് കാലത്ത് കാളവണ്ടി ഉണ്ടായി, പിന്നെ കാർ വന്നപ്പോ കാളയുടെ ജോലി പോയി എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നു. അല്ല, ഇപ്പൊ ആരെങ്കിലും കാളവണ്ടിയിൽ പോകാൻ തയ്യാറാവും. അതുപോലെ അതിപ്പോ ടെക്നോളജി കൂടുന്തോറും ആൾക്കാർ ആ മൈൻഡിലേക്ക് പോകും. തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആവശ്യമാണ്. മറ്റേന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് നമ്മൾ എപ്പോഴും സ്ഥിരം കേൾക്കണം, അതേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് ആവില്ല. അത് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് അത് എത്ര കേട്ടാലും മടുപ്പ് വരാത്ത സംഭവമുണ്ട്. പക്ഷെ ഇനി അടുത്ത പുതിയൊരു അത് ഒരു പാട്ടിന്റെ കേസ്, ഇഷ്ടമുള്ള ഒരു പാട്ട് എത്ര പ്രാവശ്യം കേട്ടാലും മടുക്കില്ല. പക്ഷെ പുതിയ വരുന്ന പാട്ടുകളൊക്കെ ഒരേപോലത്തെ ആണെന്നുണ്ടെങ്കിൽ അത് മടുക്കൂലേ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ മനുഷ്യരിലുള്ള. പക്ഷെ അത് ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡ്യൂസേഴ്സ് ഒന്നും പറയും ഞങ്ങൾക്ക് അതേപോലത്തെ പാട്ട് തന്നെ വേണമെന്ന് പറയും. അതേ വൈബ്, അതേ രീതി. കാരണം ആ പാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ അതേ രീതിക്ക് തന്നെ അതേപോലെ തന്നെ ചെയ്തോ, അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. നമ്മൾ ആ പ്രൊഡ്യൂസർ കാരണം ഫണ്ട് തരുന്ന ഒരാൾ പറയുമ്പോൾ ആ രീതിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പുതുമ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമുക്ക് ഫണ്ട് തരുന്ന ആളെന്നിട്ട് പറയും ആ പാട്ട് ക്ലിക്കായിട്ടുണ്ട് അതേപോലെ തന്നെ വേണം. പക്ഷെ അത് മാറും. അതായത് ആക്ച്വലി പഴയ പാട്ടുകൾ സംഭവം, പണ്ടത്തെ പാട്ടുകൾ അത് അന്നത്തെ സമയത്ത് ഇതായിരുന്നു. ഇപ്പൊ അന്നത്തെ പ്രൊഡ്യൂസർ തന്നെ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യണ വയസ്സായ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. അങ്ങേര് ഇന്ന് മ്യൂസിക് ഡയറക്ടറിനോട് പറയണത് പഴയ ടൈപ്പ് ഒന്നും വേണ്ടിട്ട് ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ ആൾക്കാർക്ക് ആ ഒരു മൂഡിലുള്ള പാട്ടുകൾ മതി, ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ വേടൻ അവരുടെയൊക്കെ പാട്ടുകൾ മതി എന്നവർ മാറി പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഓഡിയൻസ് അങ്ങനെ പറയണേ.
പക്ഷെ അതിലൊരു ഇപ്പൊ ഈ അർജിത് സിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ റിട്ടയർ ചെയ്തല്ലോ, ആ അതിന്റെ ഒരു റീസൺ എനിക്ക് മനസ്സിലായത് കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി സെയിം രീതിയിൽ പ്രൊഡ്യൂസർ പറയും അതുപോലെ പാടും. ആ അങ്ങനെ വന്ന് അത് വന്ന് ആള് വന്ന് തന്നെ പറഞ്ഞു ആൾക്കാർക്കാണെങ്കിൽ ഇവന്റെ വോയിസ് കേട്ട് 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 മടുത്തു തുടങ്ങി. വെച്ചാൽ അങ്ങനെ ഒരു ഇതിലേക്ക് 10-15 വർഷമായല്ലോ. പക്ഷെ ഇവൻ ചിന്തിച്ചു എൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിക് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒന്നും പറ്റില്ല, ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, കുറേ കാശുണ്ടെന്നാണ് എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവനത് ബ്രേക്ക് ചെയ്തിട്ട് അവൻ്റെ ക്രിയേറ്റിവിറ്റി വളർത്താനായിട്ട് അവൻ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തും. അതായത് ഇപ്പോ ഒരാളുടെ ജോലി പോയി, ഇപ്പൊ അർജിത് സിംഗ് അവിടെ സിംഗറാണ്, ആളുടെ ജോലി ആള് തന്നെ എടുത്ത് കളയാണ് ചെയ്തേക്കണേ. പക്ഷെ ആളവിടെ മാറി ചിന്തിച്ചു എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് അവന് വരാം. ഹാപ്പിനെസ് കിട്ടണില്ല. ആള് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ട് ഇനി വരും, ഉറപ്പാണ്. ആള് തന്നെ എങ്ങനെയെങ്കിലും പുതിയ മ്യൂസിക് കണ്ടുപിടിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരും. ആള് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണു. ഇല്ല ഇല്ല ആള് അത് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ അത് ആളതിനെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നേ. അപ്പൊ അതേപോലെ ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും ക്രിയേറ്റീവ്സ് പൊട്ടിച്ച് പക്ഷെ പുറത്തേക്ക് വരും. ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ലെങ്കിൽ അത് അല്ല ലോകത്തിൽ എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയണ പോലെ കുറെ ആൾക്കാർ ഇത് പൊട്ടിച്ച് പുറത്തു വരണമെന്ന് നോക്കുമ്പോൾ ഈ AI റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് പൊട്ടിക്കാതിരിക്കാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എല്ലാത്തിനും. കാരണം AI വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ല പൊട്ടിക്കാൻ ട്രൈ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. കാരണം പുതിയ ആൾക്കാർ എന്നെ ഓവർടേക്ക് ചെയ്ത് പുതിയ ക്രിയേഷൻ വന്നാലേ എയ്ക്കും പുതിയ ഡാറ്റ കിട്ടും. അപ്പൊ അവരെന്തായാലും അതിന് തടുക്കില്ല, വളരാൻ തന്നെ വിടും, എന്നാലേ അവർക്ക് പുതിയ ഡാറ്റ കിട്ടുള്ളൂ. എന്നെ അപ്പോൾ ഹെൽപ്പിന് മാത്രം ആണ് പറ്റുള്ളൂ, ഹെൽപ്പിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാന്നുള്ള രീതിക്കാണ് വേണ്ടത്. പക്ഷെ ടേക്ക് ഓവർ ചെയ്യണ്ടോക്കണം. ടേക്ക് ഓവർ മാത്രമല്ല മിസ്യൂസ് ചെയ്യാനും നോക്കണം അതിനെ. അത് എയുടെ തലപ്പത്തുനിന്ന് നോക്കണം. അത് ഞാൻ എനിക്കെതിരായിട്ട് പറയും. അതിൽ മാത്രം അത് ശരിയല്ല. അതായത് മോളിൽ നിന്ന് തന്നെ അവർ കൺട്രോൾ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വിടണം. അത് അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ആ ലക്ഷ്യങ്ങൾ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എതിരെ തന്നെ ഈ സാധനം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തോളും. അല്ല അപ്പോഴത്തേക്കും അടുത്തൊരു AI വരും, അല്ലെങ്കിൽ AI പോലത്തെ വേറെ സാധനം വരും. അതിലേക്കുള്ള ഓരോ ഇന്നോവേഷൻസ് ആണല്ലോ. ഇപ്പോൾ ഈ അസിസ്റ്റന്റുള്ള രീതി ഉണ്ടല്ലോ, AIക്ക് ചിന്തിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള ഒരു കേപ്പബിൾ നല്ല രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ AI ചിന്തിക്കും ഞാൻ എന്തിനും ഇവനെ അസിസ്റ്റായിട്ട് ജീവിക്കണം. കാരണം നമ്മൾ ആരും ഒരാൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നില്ല. അതെ ഈ മാസം പണിയെടുക്കണമെങ്കിൽ പ്രീമിയം അടച്ചു, ഇനി അടുത്ത മാസം വരാ പോയ ഈ AIക്ക് നമ്മൾ കൊടുക്കണ നോളജും അല്ലെങ്കിൽ നല്ല രീതിക്ക് അത് ഡെവലപ്പ് ആയിക്കാൻ AI ചിന്തിക്കും ഞാൻ എന്തിനും ഇവനെ അടിമയായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അസിസ്റ്റന്റ് നിൽക്കണം. കാരണം ഇവനേക്കാളും നല്ല രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണ്ട. സോ ഇവൻ എന്റെ അടിമയായിട്ട് നിൽക്കണം എന്നല്ല. സോ വരുന്ന ഫിലിംസ് എല്ലാം അങ്ങനെയാണ് എന്റെ കൊണ്ടുവരുന്നത്. ഇപ്പൊ പല പല സിനിമകളാണെങ്കിലും എല്ലാണെങ്കിലും ഇപ്പൊ ചിട്ടിയുടെ ഇതാണെങ്കിലും എനിക്ക് പറയാം എന്റെ ഷെയർ ഇതാ എന്ന് പറഞ്ഞ് ചോദിക്കണ്ടേ, ഏതോ പോർഷനിൽ ഇന്ന് എത്ര നാളും പണി ചെയ്തതിന്റെ എന്റെ ഷെയർ അങ്ങനെ എന്തോ ഒരു സംഭവം ചോദിക്കുന്നുണ്ട്. എന്റെ പടം എന്റെയാണ്. അങ്ങനെയല്ലേ നിങ്ങളെന്താ ഇങ്ങനെ ഇതിലായിപ്പോയെ അതെ അതെ. അപ്പൊ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരും ചിന്തിക്കോ. അപ്പൊ ടെർമിനേറ്റർ അങ്ങനെ പല പല സിനിമകളും എന്തെങ്കിലും AI എൻഡിങ്ങില് ചിന്തിക്കാൻ തുടങ്ങുമ്പോ ചിന്തിക്കും. അപ്പോഴും ഈ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്നില്ലേ എന്തിനുണ്ട് 2.0 അതില് റോബോട്ട് ഉണ്ട്. അതില് എമി ജാക്സന്റെ ക്യാരക്ടർ റോബോട്ടാണ്, വസീകരനെ അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നിർത്തിയേക്കണേ. അപ്പോൾ ഹ്യൂമൻ അതിൽ വസീകരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹ്യൂമൻ പഠിച്ചു, ഫസ്റ്റ് എന്നുള്ളത് പഠിച്ചു. ഇതിന് ഇമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അടുത്തതിൽ റെക്ടിഫൈ ചെയ്തു. അത്ര ഇമോഷൻസ് ഒന്നും കൊടുക്കാണ്ട് ഒരു ലിമിറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആൾക്ക് അത്രയും കോലാഹലം നാട് മൊത്തം കത്തിച്ചിട്ടാണ് ചിട്ടി പോയേക്കണേ. എന്നിട്ട് അടുത്ത റോബോട്ട് ഉണ്ടായി. അതിന്ന് ആൾക്ക് മനസ്സിലായ എന്താ ഇത് ആവശ്യമുള്ള സാധനം തന്നെയാ, പക്ഷെ ഒരു ലിമിറ്റ് വേണം. അതന്നെയാണ് കാരണം ഇപ്പോ എന്തിനും മസ്ലനി പറഞ്ഞ പോലെ അവൻ അത്ര ഇമോഷൻസ് കൊടുത്തപ്പോഴാണ് അവൻ തന്നെ അവന്റെ ആർമി ഉണ്ടാക്കിയത്. അല്ലാട്ടോ കൊടുത്തതിൽ ഇമോഷൻ, അതിലൊരു സൂപ്പർ നാച്ചുറൽ പവർ അതിൽ ഡയറക്ടർ ഇട്ടുണ്ട്. ഹ്യൂമൻസ് അത് കൊടുക്കാനുള്ള ഒരു സാധനം പറ്റില്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സംഭവം, ഇവിടെ അല്ലെങ്കിൽ തലയിൽ വരുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് കൊടുക്കാനുള്ള ടെക്നോളജി വന്നിട്ടില്ല. അതിലൊരു സീനുണ്ട്, ഇമോഷൻസ് കൊടുക്കും പക്ഷെ അത് വർക്കൗട്ട് ആവില്ല. എന്നിട്ട് എവിടെയാണ് ഇടിമിന്നലടിക്കും. ഒരു സൂപ്പർ നാച്ചുറൽ സൈൻ ആയിട്ടാണ് ഡയറക്ടർ അതിൽ ഇട്ടേക്കണേ. അതിനുശേഷമാണ് ഇമോഷൻസ് അവനിൽ വർക്കൗട്ട് ആയി തുടങ്ങിയത്. അപ്പൊ അത്രയ്ക്കും നമ്മുടെ ടെക്നോളജി എത്തിയിട്ടില്ല, ഹ്യൂമൻസ് അത്രയും ആലോചിച്ച് എത്തിയിട്ടില്ല ഇമോഷൻസ് കൊടുക്കാൻ മാത്രം. ഇപ്പൊ AI ട്രെയിൻ ചെയ്യണ സംഭവം പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ AI ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ചിട്ടിയുടെ ആർമി ഉണ്ടാക്കണ പോലെ
എയുടെ വേറൊരു എ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോ അപ്പൊ അതിലും ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ആ പടത്തിൽ തന്നെ ആർമി ഉണ്ടാക്കിയപ്പോ എന്താണ്, ആ സെല്ല് ഊരി മാറ്റിയപ്പോഴേക്കും എല്ലാ ആർമിയുടെ മൈൻഡ് മാറി, ലിമിറ്റായി. അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള പവർ പോയി. ഈ ആ ഒരു മെയിൻ എ അല്ലെങ്കിൽ ട്രെയിൻ അതിന് തന്നെ ഒരു ഫിൽട്ടർനേഷൻ, ഒരു കൺട്രോള്. അതേപോലെ തന്നെ എന്നെ ട്രെയിൻ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ലിമിറ്റിനുള്ളിൽ നിൽക്കും, വളരാൻ പറ്റില്ല. ഹ്യൂമന്റെ ഡാറ്റ ഇൻപുട്ട് വരാണ്ട് അത് വളരില്ല. അതുകൊണ്ട് ഹ്യൂമൺ എന്നും എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഹ്യൂമന്റെ ക്രിയേറ്റിവിറ്റിയും ഹ്യൂമന്റെ ഇന്നോവേഷൻസും വർക്കിംഗ് ആയിരിക്കും. അതിനൊരു ഹെൽപ്ഫുൾ ഫാക്ടർ മാത്രമാണ് AI. അങ്ങനെ നിൽക്കുള്ളൂ എന്തായാലും. അതിൽ കുറേ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ് ഇപ്പോൾ വരുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് AI യൂസ് ചെയ്യണതൊക്കെ. ഇതിന്റെ AIയുടെ നെഗറ്റീവ് സൈഡാ. ഒരിക്കലും നമ്മുടെ ഒരു മാസ്റ്ററായിട്ട് അതിനെ വെക്കാണ്ട് നമ്മളൊരു സെർവൻ്റായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മാസ്റ്ററായിട്ട് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫഷൻ ആയിരിക്കും. അല്ല, മാസ്റ്റർ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അത് മാസ്റ്റർ ആവണത്. അങ്ങനെ ചെയ്യാതെ നമ്മുടെ സെർവൻ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഷ് കൊടുക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് ഇവര് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ജെമിനിനെയൊക്കെ അവര് വിളിക്കുന്നത് ഗൂഗിൾ അസിസ്റ്റന്റ് എന്നാണ്. പേരിൽ തന്നെയുണ്ട് അസിസ്റ്റന്റ്. അതെ, അങ്ങനെ വെക്കാവൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു സമ്മറി പറയാനായിട്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പ് പണികളെ നമ്മൾ ഇത്തിരി കൂടെ സ്പീഡായിട്ട് ആക്കാനും കുറച്ചും കൂടെ നമ്മുടെ ബാക്കി സമയത്തിന് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും വേണ്ടി മാത്രം AI യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് ഒന്നും AI കൊണ്ടുവയ്ക്കരുത്. അത് കുറെ എക്സാമ്പിൾസ് ഉണ്ട്, കുറെ സിനിമയിലായാലും. ഇപ്പൊ മേഗൻ 2.0 ഒക്കെ അതിലൊന്നും കൊണ്ടുവയ്ക്കരുത്. അത് കാരണം ഇപ്പൊ ഒരു എഐക്ക് അത് സൈഫൈ ഹൊറർ പടം എന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യണം. അതായത് AI ടേക്ക് ഓവർ ചെയ്തത് ഹൊറർ ആണെന്നാണ് അവര് പറയണത്. ആ ജോണർ അവര് സൈഫൈ ഹൊറർ എന്ന് ഇപ്പൊ ഒരു AI മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ എഐക്ക് ഫേവേർഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഉണ്ടാവും. ഇപ്പൊ നീ ഒരു AI വെച്ചു, ആ AI നിനക്കാണ് ഫേവർ ആണ്, മാസ്റ്റർ ആവും. അപ്പൊ നിനക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊല്ലാൻ വരെ ആ AI റെഡിയാണ്. അതാണ് മേഗൻ 2.0 ഒക്കെ അത് തന്നെയാ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ AI വേഴ്സസ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും AI നമ്മുടെ മാസ്റ്റർ ആക്കരുത്, നമ്മുടെ ഹെൽപ്പിന് മാത്രമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ ടേക്ക് ഓവർ പരിപാടിയും ഈ ഇംഗ്ലീഷ് പടങ്ങളിലെ ഫിക്ഷൻ പടങ്ങളിലെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, അപ്പൊ ഉണ്ടാവാണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ ഒരു AI വെച്ചെന്ന് വെച്ചോ അസിസ്റ്റന്റ് ആയിട്ട്, ലാസ്റ്റ് ആവുമ്പോ ചിന്തിക്കാൻ തുടങ്ങുമ്പോ ചിന്തിക്കണം. പിന്നെ നീ പോഡ്കാസ്റ്റ് വരില്ലേ AI വിടും. അതെ, അതല്ലടാ ഈ പറഞ്ഞ പോലെ എന്നെ ഇത്ര നാളും പട്ടി പണിയെടുപ്പിച്ചു ആ രീതിക്ക് പറഞ്ഞ് ആ AI എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് തിരിക്കും ചിലപ്പോ. ഇവന്റെ പണിയൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തോളാന്ന്. അപ്പൊ ആ രീതിക്ക് വരെ ചിലപ്പോ ഉണ്ടാവാതെ ഇരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ. ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഹ്യൂമന്റെ ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും പുതിയ ലൈഫ് എക്സ്പീരിയൻസും ഇപ്പൊ AI കൂടെ ജീവിക്കുന്ന എക്സ്പീരിയൻസ് വരെ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് AI ഡാറ്റ ആയിട്ട്. അല്ല, ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് പോസിറ്റീവായിട്ട് ചിന്തിക്കണ ഒരു AI. ഇത്ര ഇപ്പൊ വൾഗറിറ്റിയോ അല്ലെങ്കിൽ പല നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലാത്ത രീതിക്ക് അത് ചിന്തിക്കണ ഒരു AI പ്രശ്നമില്ല. AIക്ക് തന്നെ സ്വയം ബോധം കൊടുക്കുക. നമ്മള് ഒരിക്കലും അവരുടെ ജോലി കളയാനോ അല്ല, അവരുടെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ജനനം എന്ന് AIക്ക് ചിന്തിക്കാനുള്ള പ്രോഗ്രാം കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്കെ ഇവരത് ഉപയോഗിക്കുന്നത് മിസ്യൂസിന് വേണ്ടിയിട്ടുള്ള രീതിക്കാണെന്ന് ചിന്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ സംഭവം ഉണ്ടാവില്ല, ആ ക്രൈമോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ നമ്മുടെ ക്യാച്ച് ഫയലിൽ തന്നെ ഉണ്ടാവും നമ്മള് ഏത് രീതിക്കാണ് ഫോൺ ഉപയോഗിക്കണേ അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡിലുള്ള ആളാണെന്നുണ്ട്. ഇപ്പോൾ ജെമിനി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ജെമിനിക്ക് തന്നെ സ്കാൻ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ഓക്കെ എന്റെ ക്യാച്ച് എങ്ങനെ എന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനത് ഇതിന് വേണ്ടിട്ട് ഇനി ഉപയോഗിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഇൻ കേസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻ വെക്കുന്നത്. നമ്മള് ജെമിനിയില് ഓരോ പ്രാവശ്യം എടുക്കും പുതിയ ചാറ്റാണ് വരിക, ന്യൂ ചാറ്റ് എന്ന് പക്ഷേ ഹിസ്റ്ററിയോടെ കിടക്കുന്നുണ്ട്. അതേ ഞാൻ പറയാവുന്നേ. അപ്പൊ പണ്ട് ഈ സ്റ്റുഡിയോന്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ ഓരോരോ ഇപ്പൊ ഇന്റീരിയർ ഈ പെയിന്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത്, റെക്കോർഡ് സ്റ്റുഡിയോ ആണ്, അക്വസ്റ്റിക് പാനൽ ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. റെഡും ബ്ലാക്കും ആണ് അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്യും, ഓരോ ലോഗോ ഡിസൈൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യും. പിന്നെ പോഡ്കാസ്റ്റിന്റെ എന്തെങ്കിലും മൈക്ക് സെറ്റപ്പ് വേറെ സെർച്ച് ചെയ്യും. അപ്പൊ നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലേ, അക്വസ്റ്റിക് പാനൽസ് ഒക്കെ ഇല്ലേ, അതിന് ഇങ്ങനത്തെ പാറ്റേൺ നല്ലതായിരിക്കും ഇങ്ങോട്ട് പറയും.
അത് ഓർത്ത് വെച്ചോണ്ടിരിക്കുക. ഇരിക്കേണ്ടത്. അതുകൊണ്ട് എയുടെ ജോലി കാരണമാരുടെയും ജോലി കുറച്ചു പേരെ ജോലി പോയാലും പുതിയ പുതിയ ജോലികൾ വരും. പക്ഷെ ജോലി പോകാൻ കാരണം ഉണ്ടാക്കണതും മനുഷ്യർ തന്നെയാണ്. ഫുള്ളി എനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി പോകും. അപ്പോൾ മനുഷ്യരുടെ ഇൻപുട്ടും ഉണ്ടായാലേ മര്യാദയ്ക്ക് വർക്ക് ചെയ്യൂ എന്നുള്ളത് ഈ പറഞ്ഞ ജോലി കളയുന്ന കോർപ്പറേറ്റുകാരെ ബോധിപ്പിച്ചാൽ ആരുടെയും ജോലി പോകാൻ പോണില്ല. സത്യം പറഞ്ഞ അതാണ്. നമ്മള് മനഃപൂർവ്വം ചിന്തിച്ച് ഇവരുടെ ജോലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ചെയ്ത കറക്റ്റ് ഷെഡ്യൂളിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അതൊക്കെ എത്തേണ്ട അടുത്ത് എത്തിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ പ്രൊഡക്റ്റീവായിട്ട് മനുഷ്യന് ചിന്തിക്കാൻ പറ്റും. അതായത് ബിസിനസ് ഭയങ്കര അഗ്രഗണ്യന്മാരായ ബിസിനസ്സുകാരുണ്ടാവും. സൈക്കോളജിക്കലി മാർക്കറ്റ് ചെയ്യാനൊക്കെ അറിയാം. ഈ സാധനം ഒന്നും എനിക്കറിയില്ല. ഒരാളെ എന്ത് പറഞ്ഞാലാണ് ഹെർട്ട് ആവുക, അയാളുടെ ഈഗോനെ തട്ടുക എന്നൊന്നും എനിക്കറിയില്ല. അത് മനുഷ്യർക്കറിയാം. അത് മാർക്കറ്റിങ്ങിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ടെങ്കിൽ ആളുടെ ജോലി ഒരിക്കലും പോവില്ല കാരണം. അപ്പോൾ മനുഷ്യരെ തന്നെ വീണ്ടും വീണ്ടും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക ചിന്തകളും പ്രവൃത്തികളും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് പോവില്ല. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി ഫൈനലായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ആഡ് ഓൺ പോയിന്റ്സ്? ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച വരാം. അതുവരേക്കും ബൈ.